താരാട്ടാൻ താമരപ്പൂം കൺകളിൽ തിരുമുത്തം നൽകാൻ വാ. ഓ ആലോലം പൂം പൈതലേ താരാട്ടാൻ വാ തെന്നലെ ഈ താമരപ്പൂം കൺകളിൽ തിരുമുത്തം നൽകാൻ വാ. ഓ അതായത് ഞങ്ങള് ആ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇവിടെ കിടത്തിട്ടാണ്. എവിടെ ഇവിടെ കിടത്തിട്ടാ. അതല്ല തൂത്ത് തുടച്ചിട്ട് അവിടെ കിടത്തി കേട്ടോ. തൂത്ത് കുഞ്ഞു മക്കളല്ലേ. ഇത് നമ്മൾ മീൻ പിടിക്കുമ്പോലല്ലേ. കിടന്നോട്ടാ. കൊണ്ടിട്ടല്ലേ. സൂപ്പർ തള്ള. ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളൊരു ഡേ കെയർ സെന്റർ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ പാടാൻ വരുന്ന പല കണ്ടസ്റ്റൻസും അവരെ മക്കളെ കൊണ്ടുവന്ന് റൂമിൽ കിടത്തിയിട്ട് അവരെ നോക്കാൻ ആരുമില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ നോക്കാനും ഉറക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡേ കെയർ സെന്റർ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അവർക്കൊരു സഹായവും ഞങ്ങൾക്കൊരു വരുമാന മാർഗവും. ഇവിടെ വർത്താനം പറഞ്ഞോണ്ട് നിന്നാ നടക്കൂല. അവിടെ പിള്ളേര് കിടന്ന് കരയും. ഞാൻ എന്താ ചെയ്യണം? അവർക്ക് കുറച്ച് ഔസേപ്പാപ്പ എടുത്തു കൊടുക്കും. അല്ല, പാപ്പ എടുത്ത് കൊടുക്കാൻ. പാപ്പം എന്തോന്ന് പാപ്പം എടുത്തു കൊടുക്കും? അതാ പാപ്പ എടുത്ത് പിന്നി കൊടുക്കാൻ. പിന്നെ കൊടുക്കാൻ. പിന്നെ കൊടുക്കാൻ. നിങ്ങൾ എന്തോന്ന് മനുഷ്യ പറയണേ? എന്തോന്ന് എടുത്ത് കൊടുക്കാൻ? പാപ്പ എടുത്ത് പിന്നെ കൊടുക്കാൻ. പഞ്ഞു കൊടുക്കാനാണ് പറയണേ. പന്നെടുത്ത് വാക്കാത്ത വെച്ചുകൊടുത്ത കൊച്ചുങ്ങളെ തൊണ്ടയിൽ ഇരിക്കും. അതിന് നല്ല മധുരമുള്ള തണുത്ത കുറച്ച് രഞ്ജിനി ജ്യൂസോട് ഇറങ്ങി പൊക്കോളൂ. രഞ്ജിനി ജ്യൂസ് അല്ലാതെ മുന്തിരി ജ്യൂസ്. അങ്ങനെയാണല്ലേ. അത് എന്താണെന്നറിയാമോ, ഈ ഇവിടെ വന്നതിന് ശേഷം എന്ത് പറഞ്ഞിരുന്നാലും ഈ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് പറയാം. ഞങ്ങളൊരു ഓഡീഷന് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂമിംഗ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂമിംഗ് എന്ന് പറയുമ്പോ ഇവര് ഓരോ പാട്ടുകൾ ഇവിടെ ഒന്ന് പാടിയിട്ട് മാർക്ക് വാങ്ങിച്ചോണ്ട് പോകുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഗ്രൂമിംഗ് അല്ല ഞങ്ങൾ ചെയ്യുന്ന. ഞങ്ങളെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരെ പാട്ട് കേട്ട് കുഞ്ഞു മക്കള് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇവിടെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ 100 മാർക്ക്. ണെന്നുണ്ടെങ്കിൽ വട്ടാൻ പൊളിയും. കാരണം ഇവിടെ കുറെ ഗ്രൂമേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായിട്ട് നമുക്ക് ഇതുവരെ പറയുന്നത് അങ്ങനെയല്ലേ. അതെ. പിന്നെ ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ പേരുകൾ കേട്ടിട്ടുണ്ടോ? വായിൽ കൊള്ളാത്ത പേര്. നമുക്കത് പറയണമെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് വല്ല ഡിഗ്രി എടുത്തോണ്ട് വരണം. പേര് ഒരു മിനിറ്റ്. പിള്ളേരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരുടെ പേര് വായിക്കാമേ. അത് ഇത് വെളുത്തുള്ളി കഴിച്ചാൽ മതി. ഗ്യാസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഗ്യാസ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഇഷാനി, നിതാര, വൈകാശി, മേധസ്വി, പാവനി, എന്തൊരു പേരെന്തോ. ബാക്കിയൊന്നും എനിക്ക് എഴുതാനും അറിഞ്ഞൂടാ വായിക്കാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും ചെയ്യണില്ല. പേരുകളൊന്നും ആലോചിച്ച് നോക്കണം. അതൊക്കെ ഞങ്ങളെ കാലത്തെ പിള്ളേരെ. തങ്കപ്പ, രായപ്പ, സുരേന്ദ്ര, ഭയങ്കര എളുപ്പമായിരുന്നല്ലേ. പണ്ട് ഞങ്ങൾ 12 മക്കളാണ് ഞങ്ങളെ കുടുംബത്തില്. 12 മക്കള്. 12 2-3 പേരിട്ട് ബാക്കിയൊക്കെ അപ്പൊ നമ്പർ അടിച്ചു വിട്ടാണ് ചെയ്തത്. ഈ ഇവിടത്തെ ഈ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ കെയർ നമ്മൾ നടത്തുമ്പോഴേ നമ്മൾ ഈ ഇതിന്റെ കാര്യങ്ങൾക്ക് കുറച്ച് ചാർജസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വേണം. നമുക്കത് വേണമല്ല. അതിന് ഞാൻ ഒരു വില വിവര തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. ചിലപ്പോ ഒരു കാര്യം ചെയ്യും, നീ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, അതിന് ഞാൻ അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഞാൻ പറയാം. നിങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരുള്ള അമ്മമാര് ശ്രദ്ധിക്കണേ. തട്ടി ഉറക്കുന്നതിന് 100 രൂപ, ആട്ടി ഉറക്കുന്നതിന് 500 രൂപ, ആട്ടിനോടൊപ്പം പാട്ട് 1000 രൂപ. മതി. മക്കുവണ്ണം പാടിയ 2000 രൂപ. കൊണ്ട് നടന്ന് ഉറക്കണമെങ്കിൽ 2000 രൂപ. അതാണ് നമ്മുടെ വില. പിന്നെ പാവനിയുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കൊച്ചിനെ ഉറക്കാൻ ആട്ടി ഉറക്കാനെന്ന് പറഞ്ഞാണ് 250 രൂപ തന്നിട്ടാണ് കൊച്ചിനെ ആട്ടി ഉറക്കണമെന്ന് പറഞ്ഞ. ആട്ടി നിർത്തിയിട്ടുണ്ട്. ബാക്കി 250 രൂപ തന്ന തിരിച്ചാട്ടും. അത് നടക്കുള്ളേ. പിന്നെ ഇനി ഈ അപ്പിയിടുന്ന കാര്യമുണ്ടല്ലോ, അത് പിന്നെ കാലിൽ ഇരുത്തി അപ്പിയിടുന്നതിന് 200 രൂപ. പിന്നെ സ്നഗി ഉപയോഗിച്ചാൽ 250 രൂപ. അല്ല, അത് ഓർഡർ ചെയ്താലല്ലേ വരുള്ളൂ. അത് സ്വിഗ്ഗി. അപ്പൊ ഇതാണ് നമ്മള്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ചെയ്തു തരും. പിന്നെ ഈ കളിപ്പാട്ടം വെച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഇങ്ങനത്തെ കളിപ്പാട്ടം ഉപയോഗിക്കാം. അത് കാണിച്ചു കൊടുക്കണ നമ്മൾ ഇങ്ങനെ കളിപ്പിക്കുന്നത്. 1 2 3 സ്റ്റാർ ഇങ്ങനെ കളിപ്പിക്കും നമ്മള്. പിന്നെ നമ്മളിങ്ങനെ വട്ടത്തിലൊക്കെ ഓടും അല്ലേ ഇങ്ങനെയൊക്കെ.
ഇങ്ങനെയൊക്കെ ഓടും. അല്ല അതെ നാണം തോന്നില്ലേ? എന്തിന്? അല്ല രണ്ട് മുതുക്ക് വാടാലികൾ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോ. നമ്മളെ ഡേ കെയർ ആയി പോയില്ലേ അണ്ണാ? ഓക്കേ, ഓക്കേ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കളിപ്പിക്കുന്നത്. വേറെ കുറെ ഉണ്ട് കളിപ്പാട്ടം, അതൊക്കെ അങ്ങ് അകത്ത് നമ്മൾ വെച്ച് പൂട്ടിയിരിക്കണേ. പിന്നെ ഇത് ചില പിള്ളേരുണ്ട് നമ്മളെ കളിപ്പാട്ടത്തിലൊന്നും ഉറങ്ങൂല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ മക്കു എണ്ണനെ ഇറക്കി അങ്ങ് വിടും. അതായത് നോയിക്കോളണേ. ഇന്നും കൂടി കാണാം. ഒരുപാട് നേരം അടിക്കായിരുന്നേ, സൂപ്പർ ബാലൻസ് കിട്ടുന്നില്ല. കണ്ട പിന്നെ മാഡത്തിന് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി ഒന്ന് ഈ കൂടുതൽ ചിരിക്കണ്ട. എന്താ അല്ല അവന് ചിരിയല്ലേ? നീ ചിരിക്കണ്ട. നീ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോ ഞാൻ ഇങ്ങനെയല്ലേ എന്ന് അടിച്ചത്? നീ കറങ്ങി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, അതൊക്കെ കല്യാണം നീ ഇപ്പൊ കഴിക്കുന്നില്ല. പറയും, ഇതല്ല അത് അവസ്ഥ, വിട്. കല്യാണം കഴിച്ചതല്ല അവസ്ഥ. ഹലോ അത് വിട്. നീ അങ്ങനെ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഞങ്ങൾ നോക്കിക്കോളാം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ പാട്ട് കേൾക്കാൻ വന്നത്, നിങ്ങൾ ഈ കുടുംബത്തിൽ സംസാരിക്കേണ്ട കാര്യമൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആര് ഇതിനുള്ള ഇത് തന്നതാരാ? ഇവിടെ സ്റ്റേജിൽ കയറി വന്നിട്ട് വർത്തമാനം പറയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പാട്ട് പാടിയപ്പോ സാറ് പറഞ്ഞ എന്റെ അടുത്ത് ഇവിടെ പഠിച്ച് പാടിയിട്ടൊക്കെ ഇനി പോയാൽ മതിയെന്ന്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വരുമാനം വേണ്ടേ? പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ അണ്ണനുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ അണ്ണന്റെ ഐഡിയ ആണ് ഇത് ഡേ കെയർ തുടങ്ങാൻ. എന്റെ ഐഡിയ നീ അല്ലേ പറഞ്ഞു എന്റെ പാട്ടൊന്നും എന്റെ പാട്ടൊന്നും കേൾക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തുടങ്ങി. വർത്താനം നിങ്ങൾ പറയണത്? നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ അടുത്ത്? എന്റെ ദൈവമേ, നീ അല്ലേ പറഞ്ഞത്? കള്ളത്തരം പറയല. അണ്ണനല്ലേ പറഞ്ഞത്? അതെ 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 ഒരു മിനിറ്റ് നമ്മൾ ഇത്ര നേരമൊക്കെ സഹിച്ചു. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ല പിന്നെ എല്ലാം കൂടെ ഞാനൊരു പാവപ്പെട്ടത് എന്റെ മണ്ടേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതല്ല ചേട്ടാ. പറഞ്ഞത് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാന്ന്. അല്ല അതൊക്കെ ഓക്കെ, പക്ഷെ അതല്ല ഇതെന്താണ്? ഫ്രീ ആയിട്ടിരിക്കുക, അവിടെ പ്രോപ്പർട്ടി ഫ്രീ ആയിട്ടിരിക്കല്ലേ. അണ്ണൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡേ കെയർ തുടങ്ങാൻ വേണ്ടി വന്നത്. നീ ഇതിങ്ങനെ വെക്കുമ്പോ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല, ചിരി വരണേ. കൊള്ളാം, ഇങ്ങനെ ഇത് കറക്റ്റ് ആണല്ലോ, അടിപൊളി ഫിഗറാ. എന്തൊരു ക്യൂട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിക്കേ. ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നറിയാം, അമരീഷ് പുരി നേഴ്സറി കൊണ്ടാക്കിയല്ലേ ഇരിക്കല്ലേ. കൈയുടെ നീക്ക് ഇവിടെ വന്ന് കിടന്ന് അലമ്പാകാൻ പറ്റത്തില്ല. രണ്ടുപേരും പുറത്തിറങ്ങി. ഇറങ്ങി ഇറങ്ങി കുറച്ചേരം മാറിക്കോ. നീ എന്തോന്നാണ്? നീ എന്റെ അടുത്തേക്ക് അടുത്തടുത്ത് വരുന്നുണ്ട്. നീ എന്താ നിങ്ങൾക്ക് മതിയായില്ല. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് കൊണ്ട് വന്നത്. നിങ്ങൾക്ക് ഇത് അത്യാവശ്യം. നിങ്ങൾക്ക് ഇതായിരുന്നോ സുമ? ഈ സുമേനെയാണോ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് 10 എപ്പിസോഡ് ബിൽഡപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത് കേൾക്കണം. അതുകൊണ്ട് സാറ് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് 24 മണിക്കൂർ പറയും ഈ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇഷ്ടം പറയണല്ലോ, പെണ്ണിനെ ഇഷ്ടം പറയണില്ലല്ലോ. അതല്ലെന്ന്, ഈ ചെറുക്കനെ ഭയങ്കര ആരാധനയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സമ്മാനം വാങ്ങിച്ചു വെച്ച് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ആ ചെറുക്കനെ കാണാൻ പോവാം, എന്നിട്ട് അവന് സർപ്രൈസ് ആയിട്ട് നമുക്കത് കൊടുക്കാന്നും പറഞ്ഞു. എന്നെ ഞാൻ അതിനു വേണ്ടി വാദിച്ച ഒരു മനുഷ്യനാ. ചിരി വരണ്ടായിരിക്കും, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കണേ ചിരി വരണം. നിങ്ങൾ ചിരിക്കാൻ, നിങ്ങൾ ചിരിച്ചോണ്ടില്ല ഇവിടെ. പിന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ചിരി വരാതെ അങ്ങനെ അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, എന്നെ വിളിച്ചോളൂ നാണം കെടുത്തിട്ട്. ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് പോയി ഗിഫ്റ്റ് എന്റെ അണ്ണൻ ഒരു ആഗ്രഹമുണ്ട്, അവനൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് അത് കൊടുത്തിട്ടേ ഞങ്ങൾ അല്ല ഗിഫ്റ്റ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കും. കണ്ട ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരിക്കണം. കണ്ട നമ്മളൊരു കാര്യം ഏറ്റു കഴിഞ്ഞാ നിന്റെ അടുത്ത് ഇഷ്ടമില്ലാത്തോണ്ടല്ല, നിന്റെ അടുത്ത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുള്ളിൽ കയറി ഇരുന്ന് ആടണം. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞു. എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് പറയാണ്. കേക്കാണോ? ഇതേ Happy birthday Happy birthday ഈ സന്തോഷ നിമിഷത്തിലേക്ക് ഡെയിൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജഡ്ജസിനെ 3 പേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നു. അല്ലേ? അതെ നാള് പിറന്നാള് 45 വയസ്സുള്ള കുഞ്ഞു ബാബയ്ക്കുന്നല്ലോ, നല്ല നാള് പിറന്നാള് 56 വയസ്സുള്ള കുഞ്ഞു ബാബയ്ക്കുന്നല്ലോ. ഓരോ വയസ്സ് കൂടുന്നുണ്ടോ?
Happy birthday to you. Happy birthday to you. Happy birthday to dear Dane. Happy birthday to you. നെഞ്ചിൻ പൂത്താലം നിറച്ചും സ്നേഹം നൽകിടാം ചുണ്ടിൽ പൂത്തിടും തുടിപ്പിൻ മന്ത്രം ചൊല്ലിടാം നെഞ്ചിൻ പൂത്താലം നിറച്ചും സ്നേഹം നൽകിടാം ചുണ്ടിൽ പൂത്തിടും തുടിപ്പിൻ മന്ത്രം ചൊല്ലിടാം എന്റെ ഏകാന്തവീഥിയിൽ പൂത്ത കൺമണി തിങ്കളെ ഉള്ളിലായിരം സ്നേഹവായ്പോടെ ഇന്നു നേരുന്നിതാ. ഓക്കെ, ഇനി സ്കിറ്റിന്റെ ബാക്കിയുണ്ടോ? ഞങ്ങൾ ഒന്നുകൂടെ വഴക്കൂടട്ടെ. അപ്പൊ വഴക്കൂടുമ്പോ നിങ്ങൾ ഇറങ്ങി പോവാൻ പറയും. എന്നാ വഴി കൂടിക്കോ. ഇറങ്ങി പോവാൻ വേറെ നിവർത്തിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ. അത് ശരി. അല്ല, എന്നൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കോ, ഞങ്ങൾ ഇറങ്ങി പോകാൻ പറയാം. അത് ഈ കേക്ക് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ കേക്കാണോ ഞാൻ പറഞ്ഞത്? വാങ്ങിച്ചോണ്ട് വരാൻ. ഈ കേക്കാണോ ഞാൻ പറഞ്ഞത്? വാങ്ങിച്ചോണ്ട് വരാൻ. ഇറങ്ങിപ്പോ. മതി. അലുമ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റേജിൽ കയറി വന്നിരിക്കുന്നത്. ഞാൻ പോണത്. മാറ്റുന്നതിന് മുമ്പ് നീ ഞാൻ മാറ്റം പോ.